അഭിനന്ദനായ കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ അന്ത്രോസ് പുത്തൻ വീട്ടിൽ പിതാവേ, ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർമാരെ, വന്യവൈദികരെ, സഹോദരി സഹോദരന്മാരെ, വത്സല മക്കളെ, ഏറെ വേദനയോടെയാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ഈ ധർമ്മസമരത്തിന് പ്രാർത്ഥനാപൂർവകമായ ആശംസകൾ ഞാൻ നേരുന്നത്. കടലിലും കരയിലും മറ്റു തൊഴിലിടങ്ങളിലും പകലന്തിയോളം പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ് ഈ മുനമ്പം പ്രദേശത്തുള്ളത്. ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും സുരക്ഷിതമായ ജീവിത സൗകര്യം ഒരുക്കുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. 3-4 തലമുറകളായി ഈ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് ഈ മണ്ണിൽ വസിക്കാനുള്ള അവകാശം ആർക്കും നിഷേധിക്കാനാവില്ല. ഈ മണ്ണിനും ഇവിടുത്തെ എല്ലാ മക്കൾക്കും എന്നും സംരക്ഷണം ലഭിക്കണം. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന സത്യം വഖഫ് ബോർഡ് അംഗീകരിക്കണം. കേരള സർക്കാർ അതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ മുനമ്പ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദേശീയ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി ഞാൻ വിശദമായ ചർച്ചകൾ ചെയ്യുകയുണ്ടായി. നിലവിലുള്ള ഭരണഘടനയ്ക്ക് വിരുദ്ധമായി വഖഫ് നിയമത്തിന്റെ നൂലാമാലകളിൽ തൂങ്ങിക്കിടക്കാതെ നീതിപരവും ധാർമ്മികവും മനുഷ്യത്വപരവുമായ നിലപാടിലാണ് മുനമ്പം വിഷയത്തിൽ ഭാരത സർക്കാരും കേരള ഗവൺമെന്റും മുന്നോട്ട് പോകേണ്ടതെന്ന് ശക്തമായ ഭാഷയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മുനമ്പം ജനതയോടുള്ള വരാപ്പുഴ അതിരൂപതയുടെ ഐക്യദാർഢ്യം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വിലപിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന ക്ലേശനഷ്ടങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തൊഴിലാളികളുടെയും സ്ത്രീകളുടെയും കുഞ്ഞുമക്കളുടെയും അവർ അനുഭവിക്കുന്ന നഷ്ടങ്ങൾ എല്ലാ മക്കൾക്കും ഉടനടി നീതി ലഭിക്കണമെന്നും ഗവൺമെന്റിനോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയും ഭൂമിക്കും സ്വത്തവകാശത്തിനു വേണ്ടിയുള്ള അവരുടെ എല്ലാ പോരാട്ടങ്ങളും ഫലമണിയട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുവാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ ധർമ്മസമരത്തിൽ നിങ്ങൾ തനിയെയല്ല, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്ന യാഥാർത്ഥ്യം അടിവരയിട്ട് പ്രഖ്യാപിക്കാൻ ഒരിക്കൽ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം വിജയം കണ്ടെത്തും. നമുക്ക് വേണ്ടി സർക്കാരുകൾ കണ്ണു തുറക്കും. തീർച്ചയായും നമുക്ക് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ കൂടി എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.